ഡാ അവളെവിടെ? യാമി എവിടെ എന്ന ചിന്ത വന്നതും ശിവ സംശയത്തോടെ സച്ചുവിനോട് ചോദിച്ചു. ഓ, കൂടെ വന്ന ഭാര്യയെക്കുറിച്ച് ഇപ്പോഴാണ് എൻ്റെ മോൻ ഓർമ്മ വന്നതല്ലേ? അവൾ പോയിട്ട് മണിക്കൂർ 2 കഴിഞ്ഞു. ദേ, ഇവളുടെ ആദ്യത്തെ ആ ഡയലോഗൊക്കെ കേട്ട് ഒന്ന് ഡെസ്പായിട്ട് ആൾ പോയത്. പാറുവിനെ നോക്കി ഒന്ന് കണ്ണുരുട്ടിക്കൊണ്ട് സച്ചു പറഞ്ഞതും ശിവ പോക്കറ്റിൽ നിന്നും അവൻ്റെ ഫോണെടുത്ത് കുഞ്ഞോളെ വിളിച്ചു കഴിഞ്ഞിരുന്നു. ഏട്ടാ, ആ മാമ അങ്ങോട്ട് എത്തിയില്ലേടി? ശിവ അല്പം ഗൗരവത്തോടെ തന്നെ ചോദിച്ചു. ആ ഏട്ടാ, ഇവിടെയുണ്ടല്ലോ. ഫോൺ കൊടുക്കണോ? കുഞ്ഞോള് പെട്ടെന്ന് ചോദിച്ചു. എന്തിന്? ശിവ അഹംഭാവം നിറഞ്ഞൊരു ഭാവത്തിൽ ചോദിച്ചുകൊണ്ട് കോൾ കട്ട് ചെയ്ത് ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു. യാമി പോയി എന്ന് കേട്ടപ്പോഴുള്ള ശിവയുടെ ആ ഒരു പിടപ്പും അന്വേഷിച്ചു കൊണ്ടുള്ള ഫോൺ വിളിയും ഒക്കെ സച്ച് കാര്യമായി തന്നെ ശ്രദ്ധിച്ചുവെങ്കിൽ പാറു താൻ നേരത്തെ പറഞ്ഞതൊക്കെ യാമി കേട്ടോ അവളുടെ മുഖത്തേക്ക് ഇനി എങ്ങനെ നോക്കൂ എന്നൊരു വല്ലായ്മയിൽ നിന്നു. ഒപ്പം തന്നെ സച്ചു പറഞ്ഞ പോലെ തനിക്ക് ശിവയോട് തോന്നിയത് യഥാർത്ഥ പ്രണയമല്ലായിരുന്നോ എന്നും ചിന്തിച്ചു പോയി. അപ്പോൾ എൻ്റെ പ്രണയം സത്യമല്ലേ? മനസ്സിൽ നോവോടെ വിങ്ങി നിന്ന സംശയം പാറു സച്ചുവിനെ നോക്കി മെല്ലെ ചോദിച്ചു പോയി. ദേ, ചങ്കരം പിന്നെ തെങ്ങി കയറാൻ നോക്കുന്നു. എടി മോളെ, നിനക്ക് തോന്നിയത് ആത്മാർത്ഥ പ്രണയമൊന്നുമല്ല. ഈ വയസ്സിൽ ഏതൊരു പെൺകുട്ടിക്കും തോന്നാവുന്ന ഒരു അട്രാക്ഷൻ മാത്രമാണത്. അതിവനോട് തന്നെ തോന്നാൻ കാരണം ഇവനേക്കാൾ കൊള്ളാവുന്നവനെ നിന്റെ കണ്ണി കണ്ടില്ല, അത് തന്നെ. പക്ഷെ കുറച്ച് ബുദ്ധിയും ബോധമൊക്കെ വെച്ച് തുടങ്ങുമ്പോൾ എൻ്റെ മോള് ഇവനെ പോലെ ഹീറോ സ്റ്റൈൽ ചെക്കന്മാരെയൊക്കെ വിട്ട് ഏട്ടനെ പോലെ തനി നാടൻ നല്ല തങ്കം പോലത്തെ ചെറുക്കന്മാരെ നോക്കി തുടങ്ങും. സച്ചു എഴുന്നേറ്റ് പാറുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. പൊന്നു മോളെ, ഒന്നിനേതായാലും ഇവൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കേണ്ടി വന്നു. ഇനി നീ കൂടെ ഇതുപോലൊരു നല്ലൊരു കഴുതയെ പ്രേമിക്കരുത്. നല്ലോണം നോക്കിയും കണ്ടും മറിഞ്ഞുമൊക്കെ പ്രേമിച്ചാൽ മതി. കഴിച്ച പ്ലേറ്റ് സച്ചുവിൻ്റെ കയ്യിൽ പിടിപ്പിച്ചുകൊണ്ട് പാറുവിനെ നോക്കി ഇത്തിരി ദയനീയമായൊരു ഭാഗത്തിൽ ശിവ പറഞ്ഞതും കരഞ്ഞു ചുവന്ന അവളുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു കഴിഞ്ഞിരുന്നു. നാളെ മുതലേ കമ്പനിയിൽ പോയി തുടങ്ങല്ലേ? ചായക്കുടി കഴിഞ്ഞ് പുഴക്കടവിലേക്ക് നടക്കി സച്ചു ചോദിച്ചു. ശിവ മെല്ലെ മൂളി. വീട്ടിൽ പറഞ്ഞോ? അച്ഛനെന്ത് പറഞ്ഞു? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഒരിക്കൽ അപ്പച്ചി പറഞ്ഞു വെച്ചതല്ലേ. എന്നായാലും പോകുമെന്ന് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നാളെ പോകുമ്പോൾ അറിഞ്ഞോളൂ. സച്ചുവിൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് തീ കൊളുത്തി കൊണ്ടവൻ പറഞ്ഞു. നീ വീട്ടിൽ പറഞ്ഞില്ലേ? ആഞ്ഞൊരു പുകയെടുത്ത് കൊണ്ടവൻ സച്ചുവിനെ നോക്കി ചോദിച്ചു. ഇല്ല, രാത്രി എങ്ങാനും പറയണം. പിന്നെ രാമകൃഷ്ണൻ സാറിന് ഒരേ പരാതി. ഇപ്പം എന്തിനാ ഈ മാറ്റം? ആൾ തരുന്ന ഫീസ് കുറഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിച്ച്. ശിവയുടെ കയ്യിൽ നിന്നും സിഗരറ്റ് വാങ്ങിയൊരു പുകയെടുത്ത് അവന് തന്നെ തിരിച്ചു കൊടുത്തുകൊണ്ടവൻ പറഞ്ഞു. ആ, അയാളതൊക്കെ ചോദിക്കും. ബുദ്ധി ഒതുക്കൊടുക്കാൻ നീയും അതിൻ്റെ പേരിൽ അറിയപ്പെടാൻ അയാളും. അതിനി നടക്കില്ലെന്ന് പറ. നിന്നെ പറ്റാഞ്ഞിട്ടാണ്. ഞാനെങ്ങാനും ആണെങ്കിൽ 2 എണ്ണം കൊടുത്തെന്നോ ഇറങ്ങിപ്പോന്നേനെ. ശിവ തോൽപ്പം ദേഷ്യത്തോടെ സച്ചുവിനെ നോക്കി. ക്രെഡിറ്റ് അയാളെടുത്താലും എൻ്റെ കയ്യിൽ ചിക്കൽ വരുന്നില്ലടാ. പിന്നെ എൻ്റെ പോയിൻറ്റ്സ് വെച്ച് ആളാവാനല്ലേ അയാൾക്ക് പറ്റൂ. അല്ലാതെ ഈ തലയെ വെല്ലാനുള്ള കേൾപ്പൊന്നും അയാൾക്കില്ലല്ലോ. സച്ചു അലസമായി പറഞ്ഞുകൊണ്ട് അവർ പതിവായി ഇരിക്കുന്ന ആ പാറക്കെട്ടിലേക്കിരുന്നു. എന്തായാലും ഇനി അയാൾ കുറച്ച് വെള്ളം കുടിക്കും. ശിവയും അവൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. ഏയ്, അതൊന്നും ഉണ്ടാവില്ല. ഞാനല്ലെങ്കിൽ മറ്റൊരുത്തനെ അയാൾ കണ്ടെത്തും. ഇപ്പോൾ ഇത്തിരി ഓർമ്മപ്പിശക്കും വിറലും ഒക്കെ ഉണ്ടെങ്കിലും ആൾ പണ്ടത്തെ പുലിയാണ്. പിന്നെ കയ്യിലുള്ളതൊക്കെ നിൻ്റെ അച്ഛനെ പോലെ വമ്പൻ ടീംസും. വമ്പൻ ടീംസുകളൊക്കെ കുറേ ആയില്ലേ ഈ വിലസ് തുടങ്ങിയിട്ട്. ഇനി അവരൊക്കെ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അവർക്കൊക്കെ റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയാ നാളെ മുതൽ ഈ ശിവരുദ്ധ് കളത്തിലിറങ്ങുന്നത്. പുച്ഛം കലർന്നൊരു ചിരിയോടെ പുഴയോരങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ശിവ പറഞ്ഞതും സച്ചുവിൻ്റെ ചുണ്ടിലും ആ ചിരി പടർന്നു പിടിച്ചു. പോയ അതേ വേഗത്തിൽ തന്നെ തിരികെ വീട്ടിലെത്തിയ യാമിയെ കണ്ട് സുഭദ്രാമ്മ എന്താ പെട്ടെന്ന് വന്ന് ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തില്ലേ എന്ന് തിരക്കിയതും ഒന്ന് കരയാൻ പോലും കഴിയാതെ മനസ്സ് വിങ്ങി നിന്നവൾ പാറു അവിടെയില്ല എന്നൊരു കള്ളം പറഞ്ഞവർക്കിടയിൽ നിന്നും എങ്ങനെയൊക്കെയോ റൂമിലേക്ക് കടന്നു. പക്ഷേ അവളാ പറഞ്ഞത് സത്യമാണ് എന്നൊരു സംശയത്തോടെയാണ് സരസ്വതിയും അവളെ നോക്കിയത്. സുഭദ്രാമ്മ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അത് അവളോട് ചോദിക്കാനും അവർക്ക് കഴിഞ്ഞില്ല. റൂമിലേക്ക് കയറി യാമി അത്രയും നേരം പിടിച്ചു വെച്ചൊരു തേങ്ങലോടെ തലയിണയിലേക്ക് മുഖം പോയിട്ട് ശബ്ദമടക്കി കരഞ്ഞുപോയി. പാവം തോന്നി. ഒരു സഹായം ചെയ്തത് കൊടുത്തപ്പോൾ ആ അസത്ത് ചതിച്ചതല്ലേ ശിവേട്ടനെ. പാറുവിൻ്റെ വാക്കുകൾ തീച്ചൂളയിൽ വീണെറിയും പോലെ അവളുടെ ഹൃദയത്തെ പൊള്ളിച്ചു കൊണ്ടിരുന്നു. അച്ഛനും അമ്മയും ഇല്ലാത്ത ആ അനാഥ പെണ്ണല്ലേ. യാമി കണ്ണുകൾ ശക്തമായി ഇറുക്കി അടച്ചു. അതെ, താൻ അനാഥയാണ്. അന്നും ഇന്നും തനിക്ക് സ്വന്തമായി ആരുമില്ല. ഈ ആരും ഇല്ലാത്തവളെ സഹായിക്കാൻ വേണ്ടിയാ സ്വന്തം ജീവിതമാണ് പോലും ചിന്തിക്കാതെ അന്ന് അവനെ താലി കഴുത്തിൽ കെട്ടിയത്. എന്നിട്ട് താനോ അവനിഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും ആ താലിയും അണിഞ്ഞ് അവൻ്റെ ഭാര്യ പദവി നേടിയെടുത്ത്
അവൻ്റെ തന്നെ അച്ഛനെയും അമ്മനെയും വരെ അവൻ എതിരായി നിർത്തുന്നു. ചതി, ചതി തന്നെയാണത്. അവൻ്റെ മനസ്സിലും ഇവിടെയുള്ള മറ്റുള്ളവരുടെ മനസ്സിലും തന്നെ കുറിച്ചുള്ള തോന്നൽ ഇതൊക്കെ തന്നെയാവും. സ്വന്തമെന്ന് ആരുമില്ലാത്തവളുടെ മനസ്സിൽ ഒരു താലിച്ചരടിൻ്റെ രൂപത്തിൽ ആ ഒരുവൻ എല്ലാമെല്ലായി മാറുകയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഓരോ ദിവസം പിന്നിടുമ്പോൾ താൻ അവനെ കൂടുതൽ സ്നേഹിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരു നേരത്തെ ഭക്ഷണം തന്ന സ്നേഹം കാണിച്ചയാളെ യജമാനായി കണ്ട് അയാൾ ആട്ടി അകറ്റിയിട്ടും പിന്നെയും പിന്നാലെ പോകുന്ന ഒരു തെരുവ് നായ പോലെ താനും അവന് പിന്നാലെ ചെന്ന് പോകുന്നു. അവൻ്റെ സ്നേഹം കൊതിച്ചു പോകുന്നു എന്ന് പറഞ്ഞ ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ മുഖം തലയിണയിൽ അമർത്തി അവൾ കരഞ്ഞു. നിമിഷങ്ങളോളമല്ല, കരഞ്ഞു തളർന്ന കണ്ണുകൾ ഒരു മയത്തിലേക്ക് വീഴുവോളം. യാമി, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കുഞ്ഞോള് വന്ന് വിളിച്ചപ്പോഴാണ് യാമി ഒരു ഞെട്ടലോടെ കണ്ണുകൾ തുറന്നത്. സമയം 2 മണി കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും നേരം താൻ ഉറങ്ങുകയായിരുന്നു. അവരൊക്കെ എന്ത് കരുതി കാണും ഈശ്വര എന്നൊരു വല്ലായ്മയിൽ അവൾ പിടന്ന് എഴുന്നേറ്റു. യാമി, കുഞ്ഞോൾ വീണ്ടും ഡോറിൽ തട്ടിക്കൊണ്ട് വിളിച്ചു. ആ, ഇപ്പോൾ വരാം അൻവി, ഒന്ന് ഫ്രഷ് ആവട്ടെ. കുഞ്ഞോളോട് വിളിച്ചു പറയുന്നതിനൊപ്പം യാമി വേഗം ബാത്റൂമിലേക്ക് കടന്നു. ആദ്യം ഒന്ന് മുഖം കഴുകി വരാമെന്ന് കരുതിയവൾ ചെറുതായി ചുവന്ന മൂക്കിൻ തുമ്പും കൺതടങ്ങളും കാണെ ആ പ്ലാൻ മാറ്റി വേഗം കുളിച്ചിറങ്ങി. ഒരുക്കങ്ങളെല്ലാം പെട്ടെന്ന് തീർത്ത് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടു ബാൽക്കണിയിലിരിക്കുന്ന അബിയെയും കുഞ്ഞോളെയും. നല്ല ഉറക്കമായിരുന്നല്ലേ? യാമിയെ കണ്ടതും കുഞ്ഞോളൊരു ചിരിയോടെ ചോദിച്ചു. യാമി മറുപടിയായി മെല്ലെ ഒന്ന് മൂളിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. ചെറിയൊരു തലവേദന, വെറുതെ കിടന്നതായിരുന്നു, ഉറങ്ങിപ്പോയി. യാമി ഒരു വല്ലായ്മയോടെ അവരെ നോക്കി പറഞ്ഞു. എനിക്ക് തോന്നി ഉറങ്ങാണെന്ന്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഞാൻ എൻ്റെ റൂമിൽ ജനൽ വഴി കണ്ടിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ആളെവിടെയൊന്നും കണ്ടില്ല. താനേട്ടത്തി വന്നപ്പോൾ യാമി അന്വേഷിച്ചിരുന്നു. ഞാൻ പറഞ്ഞു കിടക്കുകയാണ്. അൻവി യാമിയെ നോക്കിയൊരു ചിരിയോടെ പറഞ്ഞു. അയ്യോ, അവർ വരുന്ന കാര്യം അമ്മ എന്നോട് പറഞ്ഞിരുന്നതാ. ഞാനൊന്ന് പോയി നോക്കട്ടെ. യാമി അല്പം ധൃതിയിൽ താഴേക്ക് പോകാൻ തുനിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഏയ്, ഇങ്ങനെ ധൃതി കൂട്ടാനൊന്നും ഇല്ലടോ. അവരിപ്പോൾ ഇവിടെയില്ല. തേജിനെ കാണാൻ അവരുടെ തറവാട് വരെ പോയിരിക്കുക. കുറച്ച് കഴിഞ്ഞിങ്ങ് വരും. അപ്പോൾ പോയി ഭർത്താവിൻ്റെ ഏട്ടനും ഭാര്യയ്ക്കും മുന്നിലൊന്ന് മുഖം കാണിച്ചാൽ മതി. ഇപ്പം താനിരിക്ക്. അബി ഒരു ചിരിയോടെ പറഞ്ഞതും യാമി അതെയോ എന്ന ഭാവത്തിൽ അവനെ നോക്കി അവിടെ തന്നെ നിന്നു. അവിടെ വീട്ടിൽ പോയിട്ട് എന്തേ പാറു? ഇല്ലായിരുന്നു അവിടെ? കുഞ്ഞോള് ചോദിച്ചു. ഇല്ല, എവിടെ പോയതാ? യാമി അവളെ നോക്കാതെ ഒരു പതർച്ചയോടെ കള്ളം പറഞ്ഞു. പക്ഷേ ആ കള്ളം അബിയുടെ മുഖത്തൊരു ചിരി വിരിയിച്ചിരുന്നു. ആണോ? വിളിച്ചു നോക്കിയിട്ട് പോയാൽ മതിയായിരുന്നല്ലേ? ഞാൻ ഇന്ന് അവളോട് പറയാം തയ്ക്കാനുള്ളത്. ഇവിടെ വന്ന് വാങ്ങിച്ചോളും. ഇല്ലേ സച്ചൂച്ചൻ വന്ന് വാങ്ങിച്ചോളും. കുഞ്ഞോളൊരു ചിരിയോടെ യാമിയെ നോക്കി പറഞ്ഞു. ഏയ്, അതിനെന്തിനാ അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്? ആവശ്യം നമ്മുടേതാവുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നത് അതിൻ്റെ ശരി. യാമി നാളെ പോയി നോക്ക്. ഇനി കൂട്ടിനാരുമില്ലാതെ പോകാൻ മടിയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നാളെ 11 മണി വരെ ഞാൻ ഫ്രീ ആണ്. അബി അതേ പുഞ്ചിരിയോടെ പറഞ്ഞതും ഇനി ഒരിക്കലും താൻ ആ വീട്ടിലേക്ക് പോകില്ലെന്നായിരുന്നു യാമിയുടെ പ്ലാൻ. പെട്ടെന്നാണ് കുഞ്ഞോളുടെ ഫോൺ അവളുടെ റൂമിൽ നിന്ന് റിങ് ചെയ്തത്. അവൾ അവർക്കിടയിൽ നിന്നും വേഗം റൂമിലേക്ക് ഓടി. അവിടെ അബിയും യാമിയും തനിച്ചായി. എന്താണ് തൻ്റെ മുഖത്തൊരു വാട്ടം? ഏറെ നേരം ഒന്നും മിണ്ടാതെ രണ്ടുപേരും മൗനമായി ഇരുന്നതും അബി യാമിയെ നോക്കി ചോദിച്ചു. ഏയ്, എന്തുവാട്ടം? ഒന്നുമില്ല. യാമി വല്ലായ്മ നിറഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു. ചുമ്മാ പറയാതടോ, ഞാനല്ലേ? അബി സൗമ്യമായി പുഞ്ചിരിച്ചു. ഞാനിവിടെ നിന്ന് ശരിയാവില്ല അബിയേട്ടാ. എനിക്ക് എങ്ങോട്ടേലും പോകണം. അബിയുടെ മുഖത്ത് ആ പുഞ്ചിരിയിലേക്ക് നോക്കി യാമി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എങ്ങോട്ട്? US-ലേക്കോ? അബി ചോദിച്ചു. അങ്ങോട്ട് തന്നെ പോകണമെന്നൊന്നുമില്ല. ഇവിടെ വേറെ ഏതെങ്കിലും നാട്ടിൽ ഒരു ചെറിയ ജോലി എന്തെങ്കിലും ചെയ്ത് ആർക്കൊരു ബുദ്ധിമുട്ടാവാതെ ജീവിക്കാൻ തോന്നുക. പറയുമ്പോൾ യാമിയുടെ കണ്ണുകൾ നിറഞ്ഞതിനൊപ്പം തൊണ്ടയിടറിപ്പോയി. ഞാനൊരു കാര്യം ചോദിച്ചാൽ യാമി സത്യം പറയോ? അബി ഏറെ സൗമ്യമായി അവളോട് ചോദിച്ചു. യാമി എന്തൊരു ചോദ്യഭാവത്തോടെ അവനെ നോക്കി. തന്നെ അവൻ ഉപദ്രവിക്കുന്നൊന്നും ഇല്ലല്ലോ? അബി മെല്ലെ ചോദിച്ചു. ഏയ്, അതൊന്നുമല്ല, യാമി പെട്ടെന്ന് പറഞ്ഞു. പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാൻ? അവൻ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണോ? അബി ചെറിയൊരു ചിരിയോടെ തന്നെ തിരക്കി. യാമി ഒന്നും മിണ്ടിയില്ല. എടോ, അതൊന്നും അവൻ തന്നോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതൊന്നുമല്ല. അച്ഛന് മുന്നിൽ തോറ്റുകൊടുക്കില്ലെന്ന വാശി കൊണ്ടുവരുമെന്ന് പറയുന്നതാ. ഈ ദിവസം കൊണ്ട് തന്നെ തനിക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. അവനും അച്ഛനും തമ്മിൽ അത്ര രസത്തിലല്ല. അതാ ഇങ്ങനെയൊക്കെ. അബി മെല്ലെ അവളെ ആശ്വസിപ്പിക്കും പോലെ കാര്യങ്ങൾ പറഞ്ഞതും
യാമി അവൻ്റെ കണ്ണിലേക്ക് നോക്കി. ആരോടുള്ള ദേഷ്യത്തിലായാലും കേൾക്കുന്നത് അയാളുടെ ഹൃദയം കുത്തിക്കീറിക്കൊണ്ട് പുഞ്ചിരിച്ച തിരിച്ചൊരു പുഞ്ചിരി നൽകാൻ കഴിയുമോ അബേട്ട? എനിക്കറിയാം, ശിവൻ എന്നോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനവൻ്റെ ഭാഗത്ത് നിന്ന് പറയാൻ ഒത്തിരി ന്യായങ്ങളുണ്ടെന്ന്. അല്ലെങ്കിൽ ന്യായം മുഴുവൻ അവൻ്റെ ഭാഗത്താണെന്ന് പറയാം. ഞാനാ തെറ്റ് ചെയ്തത്. ഇതവനെ എൻ്റെ കഴുത്തിൽ കെട്ടുമ്പോഴേ അവൻ്റെ ഭാഗം അവൻ എന്നോട് വ്യക്തമാക്കിയതാ. എന്നിട്ടും ഞാനാ. അല്ലെങ്കിലും എപ്പോഴും എല്ലാവർക്കും ഒരു ബാധ്യത തന്നെയാണ് ഞാൻ. ഇനിയും അങ്ങനെ ജീവിക്കാൻ വയ്യ. അതാ ഞാൻ പോണമെന്ന് പറഞ്ഞത്. അല്ലാതെ ശിവയോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല. യാമി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞതും അബി അവളെ നോക്കി അങ്ങനെ ഇരുന്നു പോയി. ഇന്ന് സച്ചുവിൻ്റെ വീട്ടിൽ പോയിട്ടെന്താ പെട്ടെന്ന് വന്നത്? കുറച്ചു നേരം രണ്ടുപേരും മൗനമായെങ്കിലും അബി യാമിയെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. യാമി അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്നൊരു ഭാഗത്തിൽ അവനെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പാറൂന് ഇന്ന് കോളേജില്ലേ യാമി? അവൾ ആ വീട്ടിൽ തന്നെയുണ്ട്. എന്നിട്ടും താനെന്തേ പെട്ടെന്ന് പോന്നു? അതും തയ്ക്കാൻ കൊണ്ടുപോയ ഡ്രസ്സ് കൊടുക്കാൻ പോലും നിൽക്കാതെ. അവൾ തന്നോടെന്തെങ്കിലും പറഞ്ഞോ? അബി യാമിയുടെ കണ്ണിലേക്ക് നോക്കി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. യാമി അവനെ സംശയത്തോടെ ഉറ്റുനോക്കി. അതോ അവളുടെ ശിവേട്ടനെ തട്ടിയെടുത്ത തന്നെ അവൾ വീട്ടിൽ കയറ്റിയില്ലേ? തുളുമ്പിയൊരു ചിരിയോടെ അവൻ വീണ്ടും ചോദിച്ചതും യാമി ശരിക്കും അതിശയിച്ചു പോയി. ഇതൊക്കെ എങ്ങനെ അബിയേട്ടനെ അറിയാം? എൻ്റെ കൂടെ വന്നിരുന്നോ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. യാമി വല്ലാത്തൊരു അതിശയത്തോടെ ചോദിച്ചു. അതൊക്കെ എനിക്കറിയാം. യാമി പറ, ഞാൻ ചോദിച്ചതിൽ എന്താ അവിടെ സംഭവിച്ചത്? അബി അവളെ നോക്കി ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. ആ നിമിഷം യാമിയുടെ മുഖത്തൊരു വാടിയ പുഞ്ചിരിയായി. പറ, അബി അവളെ നിർബന്ധിച്ചു. പാറൂന് ശിവയെ ഒത്തിരി ഇഷ്ടാ. 2 ദിവസമായി പട്ടിണി കിടപ്പാന്നാ സച്ചുവേട്ടൻ പറഞ്ഞത്. നല്ല ദേഷ്യത്തിലാ അവള്. എന്നെയൊന്നും പറഞ്ഞില്ല. പക്ഷേ ശിവയോട് എന്തൊക്കെയോ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ അവൻ്റെ തലയിൽ എന്നെ നിർബന്ധിച്ച് കെട്ടിവെക്കുകയാണെന്നൊക്കെ ശിവയോട് പറയുന്നുണ്ട്. യാമി വാടിയൊരു പുഞ്ചിരിയോടെ അബിയെ നോക്കി പറഞ്ഞു. രുദ്രനോട് അവൾ ദേഷ്യപ്പെട്ടോ? അബി ആ പറഞ്ഞത് വിശ്വാസമില്ലാത്തതുപോലെ അവളെ നോക്കി ചോദിച്ചു. യാമി മെല്ലെ മൂളി. അവൾ ദേഷ്യപ്പെട്ടിട്ട് രുദ്രൻ അതൊക്കെ കേട്ടിരുന്നു? എന്നിട്ട്? അബി സംശയത്തോടെ വീണ്ടും ചോദിച്ചു. ഒന്നും പറയുന്നത് കേട്ടില്ല. 2 ദിവസമായി ഒന്നും കഴിക്കാതിരിക്കല്ലേ. നിർബന്ധിച്ചെന്തോ കഴിപ്പിക്കാൻ നോക്കുന്നുണ്ട് ശിവ. ഞാനപ്പോഴിങ്ങ് പോന്നു. യാമി ഒരു ചിരിയോടെ തന്നെ പറഞ്ഞു. എൻ്റെ പെണ്ണെ, ആ പൊട്ടിക്ക് അവനോട് ദേഷ്യപ്പെടാനുള്ള ധൈര്യമൊന്നുമില്ല. ഇരുന്ന് കരഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ അത്രയും നന്നായി അറിയാവുന്ന ഒരാളെക്കുറിച്ച് പറയുന്ന പോലെ അവൻ പറഞ്ഞു. ആ അതെ, കരഞ്ഞുകൊണ്ടാ ദേഷ്യപ്പെട്ടത്, യാമി പെട്ടെന്ന് പറഞ്ഞു. ആ അതാണ് ഞാൻ പറഞ്ഞില്ലേ, അതിനൊക്കെയുള്ള ഗഡ്സ് രുദ്രൻ്റെ മുന്നിൽ അവൾ കാണിക്കൂ. ഇല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുമെന്ന് അവൾക്ക് തന്നെ അറിയാം. പക്ഷേ നമ്മളോടൊന്നും അങ്ങനെയല്ല കേട്ടോ. കഴുത്തിന് ചുറ്റും നാക്ക, തോറ്റു തരില്ല. രുദ്രനെയും സച്ചുനെയും ഒന്നിൻ്റെ പേരിലും വിട്ടും തരികയില്ല. അബി ചിരിയോടെ പറഞ്ഞു. സത്യം പറ അബിയേട്ട, ഇതൊക്കെ അബിയേട്ടൻ എങ്ങനെ അറിയാം? ശിവയും പാറും തമ്മിൽ ഇഷ്ടത്തിലാണോ? യാമി അറിയാനുള്ളൊരു തിടുക്കത്തോടെ അബിയെ നോക്കി. അറിയില്ല. അബി ചിരിയോടെ പറഞ്ഞതും യാമി അവനെ നോക്കി കണ്ണുരുട്ടി. സത്യമായിട്ട് ഇതിൻ്റെ മറുപടി എനിക്കറിയില്ലടോ. ഞാനും അത് തന്നെയാണ് അന്വേഷിക്കുന്നത്. ഉത്തരം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. യാമിയുടെ അടുത്ത് നിന്ന് മെല്ലെ എഴുന്നേറ്റ് കൊണ്ടവൻ പറഞ്ഞു. അല്ല, ഈ ഉത്തരം അറിഞ്ഞിട്ട് എന്തിനാ? അബിയുടെ മനസ്സിൽ എന്താണെന്ന് കണ്ടുപിടിച്ചു എന്നൊരു കള്ളനോട്ടത്തോടെ യാമി അവനെ നോക്കി ചോദിച്ചു. ചെറുതല്ലാത്തൊരു നേട്ടം എനിക്ക് ആ മറുപടിയിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് കൂട്ടിക്കോ. അബി അവൾക്ക് നേരെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്നാലും വല്ലാതങ്ങ് സ്വപ്നം കാണണ്ട. ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ? യാമി ഒരു ചിരിയോടെ അവനോട് പറഞ്ഞു. കിട്ടിയില്ലെങ്കിൽ പോട്ടേന്ന് വയ്ക്കും. എൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. പക്ഷേ കിട്ടണേന്നൊരു പ്രാർത്ഥനയുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് പോകുന്ന കാര്യമൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട. ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് മടുപ്പാണെങ്കിൽ ഒരു ജോലിയോ മറ്റോ ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. എന്നിട്ട് പറയാം, ഓക്കെ? താഴേക്കുള്ള പടികൾ ഇറങ്ങിക്കൊണ്ടവൻ അവളോട് പറഞ്ഞതും നേർത്തൊരു മൂളലോടെ യാമിയും അവന് പിന്നാലെ താഴേക്ക് നടന്നു. എൻ്റെ പെണ്ണെ, ഇതെന്ത് കിടപ്പാ? നിനക്ക് വിശപ്പും ദാഹമൊന്നും ഇല്ലേ? ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു നീ? വാ വന്നേ, ഞാൻ ഊണ് വിളമ്പിത്തരാം. അബിയോടൊപ്പം താഴേക്ക് വന്ന യാമിയെ കണ്ടതും സരസ്വതിയമ്മ ഒരു കണ്ണുരുട്ടലോടെ അവളെ പിടിച്ച് അടുക്കളയിലേക്ക് നടന്നു. പിന്നെ അങ്ങോട്ട് ഉപദേശം തന്നെയായിരുന്നു. ആ ചെറുക്കൻ്റെ സ്വഭാവം മൊത്തം ഓർത്ത് നീ വിഷമിക്കേണ്ട. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഈ വീട്ടിലുള്ളവരെയൊക്കെ സ്വന്തം പോലെ കണ്ടങ്ങ് സ്നേഹിച്ചാൽ മതി. തനുമോളും കുഞ്ഞോളും ഒക്കെ നല്ല കൂട്ടാവണം.
ആർക്കും നിന്നോടൊരു ഇഷ്ടക്കേടും ഉണ്ടാവരുത്. സരസ്വതി അമ്മ അത്രയും കാര്യഭാവത്തിൽ അവളെ ഉപദേശം കൊണ്ട് മൂടി. യാമി ഒന്നും മറുത്തു പറയാതെ എല്ലാം കേട്ടിരുന്നു. മനസ്സിൽ പക്ഷേ അപ്പോഴും എന്തൊക്കെയോ ഒരു മൂകത തന്നെയായിരുന്നു. രാത്രിയാവോളം യാമിയുടെ മനസ്സിൽ പാറു പറഞ്ഞതൊക്കെ വല്ലാത്തൊരു കരടായി തങ്ങി നിന്നു. സ്വയം ആശ്വസിക്കാൻ പോലും യാതൊരു വാദങ്ങളും കിട്ടാത്ത പോലെ അവൾ ഉരുകി. ശിവയാണെങ്കിൽ രാവിലെ പോയതാണ്. പിന്നെ വീട്ടിലേക്ക് വന്നിട്ടേയില്ല. തനുവും മനിയും തേജസ്സിനെ കണ്ട് ഇപ്പോൾ വരുമെന്ന് പ്രതീക്ഷിച്ച് റൂമിലേക്ക് പോയതേ താഴെ എല്ലാവർക്കും ഒപ്പം ഹാളിലിരിക്കുമ്പോൾ അവൾ ഇരിക്കുന്നതിന് നേരെയുള്ള അജുവിൻ്റെ റൂമിൽ വാതിൽ മലർക്കെ തുറന്നിട്ട് ലാപ്പിന് മുന്നിൽ ഇരിക്കുന്നതായി ഭാവിച്ച്. എന്നാൽ ആരും ശ്രദ്ധിക്കാതെയായപ്പോൾ യാമിയെ ചൂഴ്ന്നു നോക്കുന്നവൻ്റെ ആ നോട്ടം യാമിയെ വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കി. അവരിനി ഇന്ന് വരില്ലായിരിക്കും മോളെ. നാളെ കാലത്തായിരിക്കും. ഇവിടെ ഇങ്ങനെ ഇരുന്ന് മുഷിയണ്ട. റൂമിലേക്ക് ചെല്ല്. തനുവിനെയും മനീനെയും കാണാനുള്ള ഈ കാത്തിരിപ്പ് യാമിയെ മുഷിപ്പിക്കുന്നു എന്ന് തോന്നിയതും സുഭദ്രാമ്മ സ്നേഹത്തോടെ പറഞ്ഞു. അജുവിൻ്റെ നോട്ടത്തിൽ നിന്നും രക്ഷപ്പെട്ട പോലെ യാമി വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ റൂമിലേക്ക് നടന്നു. രുദ്രൻ കുഞ്ഞ് വരുമ്പോൾ വാതിൽ മോള് തുറന്നു കൊടുക്കില്ലേ? അമ്മ കിടന്നോട്ടെ. പടികൾ കയറാൻ നിന്ന യാമയോടായി സരസ്വതി അമ്മ ചോദിച്ചു. ഞാൻ തുറന്നു കൊടുത്തോളാം അമ്മ. യാമി അവരെ നോക്കി സമ്മതം പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു. സരസ്വതി അമ്മ വയ്യാണ്ട് പോയതിൽ പിന്നെ യാമി തന്നെയാണ് ശിവയ്ക്ക് വാതിൽ തുറന്നു കൊടുക്കാറ്. പക്ഷെ സുഭദ്രാമ്മയും രാജശേഖരനും അവൻ വന്നതിന് ശേഷമേ ഉറങ്ങാൻ കിടക്കൂ. അത് യാമിക്കറിയാം. 11 മണിയാവോളം ഓരോരോ ചിന്തകളിൽ കിടന്നവൾ 11 മണിയായതും ശിവ വരാറായെന്ന് കണ്ട് മെല്ലെ താഴേക്കിറങ്ങി. പക്ഷെ അവൾ ചെല്ലുമ്പോൾ താഴെ ഹാളിൽ രാജശേഖരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. യാമി ഒരു പരുങ്ങലോടെ അടുക്കളയിലേക്ക് നടന്നു. വയ്യെങ്കിൽ പോയി കിടന്നോ മോളെ. അവന് ഞാൻ വാതിൽ തുറന്നു കൊടുത്തോളാം. വൈകിട്ടുള്ള യാമിയുടെ വല്ലായ്മ ശ്രദ്ധിച്ചിരുന്ന രാജശേഖരൻ പറഞ്ഞതും യാമി ശേഖരൻ്റെ ആ വാക്കുകളിൽ മെല്ലെ അയാളെ നോക്കി. വേണ്ട, ഞാൻ തുറന്നു കൊടുത്തോളാം. യാമി വളരെ പതുക്കെ മറുപടി പറഞ്ഞു. ശേഖരൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ തന്നെ ഇരുന്നു. അധികം സമയം കഴിഞ്ഞില്ല. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞതും അടുക്കള വാതിലിൽ തട്ട് കേട്ട് കഴിഞ്ഞിരുന്നു. ശബ്ദം കേട്ടതും യാമിയെ അച്ഛനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് വേഗം അവന് വാതിൽ തുറന്നു കൊടുത്തു. ആഹാ, മാമി കിടന്നില്ലേ ഇതുവരെ? വാതിൽ തുറന്ന് മുന്നിൽ നിൽക്കുന്നവളെ കണ്ടതും ശിവ ചോദ്യത്തോടെ അകത്തേക്ക് കയറി. യാമി ഒന്നും മിണ്ടാതെ വാതിലടച്ചു കൊളുത്തിയിട്ടു. സരസ്വ എന്തേ? ശിവ ചോദ്യത്തോടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങിയതും ഹാളിലിരിക്കുന്ന അച്ഛനെ ഇടങ്ങണ്ണാൽ ഒരു നോട്ടം കണ്ടു. ഡി മാമി, നിനക്ക് ചെവി കേൾക്കില്ലേ? സരസ്വ എവിടെയെന്ന്. വെള്ളം കുടിച്ച ഗ്ലാസ് തിരിച്ച് സ്റ്റാൻഡിൽ വെച്ച് തൻ്റെ ചോദ്യത്തിന് മറുപടി തരാതെ നിൽക്കുന്നവളെ കൂർപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ടവൻ ചോദിച്ചു. കിടന്നു. നിനക്ക് ചോറ് വേണോ? യാമി സ്വല്പം കടുപ്പത്തിൽ തന്നെ ചോദിച്ചു. എന്നെ ചോറ് കഴിപ്പിക്കാൻ നീ ആരാ? ഒരു വഴക്കിന് തയ്യാറെന്നോണം അവൻ യാമിയെ നോക്കി ചോദിച്ചു. യാമി പോയി കിടന്നു. ശേഖരൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞതും യാമി മറ്റൊന്നും നോക്കാതെ വേഗം റൂമിലേക്ക് നടന്നു. ഒരക്ഷരം മിണ്ടാതെ തന്നെയൊന്നും നോക്കാതെ പടികൾ കയറി പോകുന്നവളെ ശിവയും ഒന്ന് നോക്കി. നാളെ മുതൽ 10 മണിക്ക് വീട്ടിലെത്തിക്കണം. ഇല്ലേ പുറത്ത് കിടക്കേണ്ടി വരും. ശേഖരൻ ശിവയെ നോക്കാതെ എന്നാൽ അവനോട് മാത്രമായി പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കടന്നു. വരും. അച്ഛൻ പോയ വഴിയെ നോക്കി അവനൊരു പുച്ഛഭാവത്തോടെ പറഞ്ഞുകൊണ്ട് തലയാട്ടി. പിന്നെ മെല്ലെ മുണ്ട് മടക്കി കുത്തി പടികൾ ഓടുകയറി ഒരു ചൂളം വിളിയോടെ റൂമിലേക്ക് കടന്നു. യാമി അപ്പോൾ ബെഡ്ഷീറ്റ് വൃത്തിയിൽ വിരിച്ചിടുകയായിരുന്നു. ഓ, എന്താണ് അമ്മായിയപ്പനോടുള്ള അനുസരണ! ഷർട്ടിൻ്റെ ഓരോ ബട്ടൺസ് അയച്ചുകൊണ്ടവൻ ബെഡ്ഷീറ്റ് വിരിക്കുന്ന യാമി നോക്കി പറഞ്ഞു. യാമി ഒന്നും മിണ്ടിയില്ല. എന്തിന്, അവനെ കണ്ടതായി പോലും ഭാവിച്ചില്ല. നിനക്ക് ചെവി കേൾക്കില്ലടി മാമി. ഒന്നും മിണ്ടാതെ നിൽക്കുന്നവളുടെ നടുത്തേക്ക് വന്ന് അവളുടെ ഇടുപ്പിലൊന്ന് നുള്ളിക്കൊണ്ടവൻ ചോദിച്ചതും അതൊട്ടും പ്രതീക്ഷിക്കാതെ നിന്നവൾ എരിവ് വലിച്ചുകൊണ്ട് പിടഞ്ഞു മാറി. പിന്നെ ഒരു ദേഷ്യത്തോടെ അവനെ നോക്കി കണ്ണുരുട്ടി. എന്തേ ചെവി കേൾക്കില്ലേ? തന്നെ നോക്കി കണ്ണുരുട്ടുന്നവളെ നോക്കി ഭാവമാറ്റമില്ലാതെ അവൻ പിന്നെയും ചോദിച്ചു. ഇല്ല, യാമി ചൂടിയോടെ പറഞ്ഞു. അതെന്താ കേൾക്കാത്തത്? രാവിലെ വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. യാമിയുടെ ദേഷ്യം കൊണ്ടൊരു കളിയാക്കി ചിരിയോടെ അവൻ ബാത്റൂമിലേക്ക് കടന്നുകൊണ്ട് ചോദിച്ചു. അവൻ്റെ ആ ചിരി യാമിക്ക് ശരിക്കും ദേഷ്യവും സങ്കടവും ഒക്കെ വന്നുപോയി. തൻ്റെ ദേഷ്യമോ പരിഭവമോ പറയാനുള്ള ഒരു അവകാശവും അവനിൽ തനിക്കില്ല എന്നൊരു തിരിച്ചറിവിൽ അവൾ വേഗം ബെഡിലേക്ക് കയറി കിടന്നു. കുളി കഴിഞ്ഞ് തല തോർത്തിക്കൊണ്ട് ശിവ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയതും യാമി ബെഡിൻ്റെ അങ്ങേ തലയ്ക്കായി മൂടി പുതച്ച് കിടന്നു കഴിഞ്ഞിരുന്നു. ഡോർ അടയ്ക്കാതെയാണോടി മാമി കിടന്നുറങ്ങുന്നത്? ലോക്ക് ചെയ്യാത്ത ഡോറിലേക്ക് നോക്കി ശിവ ചൂടിയോടെ ചോദിച്ചു. അത് കേട്ടതും യാമി തലവഴിയിട്ട പുതപ്പ് മാറ്റി ഡോറൊന്ന് നോക്കി. അടച്ചിട്ടുണ്ട്, പക്ഷേ ലോക്ക് ചെയ്തിട്ടില്ല. നോക്കി കിടക്കാതെ പോയി ഡോർ ലോക്ക് ചെയ്യും മാമി.
ഇല്ലേ വാടക പിഴ ഈടാക്കും. അവൾ നോക്കുന്നത് കാണെ കബോർഡിൽ നിന്നും ഒരു ടീഷർട്ട് എടുത്തിട്ട് കൊണ്ടവൻ പറഞ്ഞു. അതിന് ലോക്ക് ചെയ്യാതെ തന്നെ അവൻ കിടക്കാൻ സമ്മതിക്കില്ല എന്ന് തോന്നിയതും യാമി വീർത്തു കെട്ടിയ മുഖത്തോടെ തന്നെ കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോയി ഡോർ ലോക്ക് ചെയ്തു. പക്ഷേ ഡോർ ലോക്ക് ചെയ്ത് തിരിഞ്ഞതും തൊട്ടുമുന്നിൽ നിന്ന് തന്നെ ഉറ്റുനോക്കുന്നവനെ കണ്ട അവളുടെ കണ്ണുകളൊന്ന് പരിഭ്രമിച്ചുവെങ്കിലും അടുത്ത നിമിഷം അവനിൽ നിന്നും മാറി നടക്കാനായി തുനിഞ്ഞു. എന്നാൽ ശിവ അവളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ കൈവച്ച് തടഞ്ഞു. വെറുതെ വഴക്കിന് വരാതെ മാറി നിന്ന് ശിവ, എനിക്ക് കിടക്കണം. യാമി അവനെ നോക്കാതെ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ കിടക്കാം. ആദ്യം നിന്റെ ചെവിക്കും മോന്തയ്ക്കൊക്കെ എന്താ പറ്റിയെന്ന് പറ, എന്നിട്ട് കിടക്കാം. യാമിയുടെ മുഖത്തെ പരിഭവങ്ങൾ അത്രയും ഒപ്പിയെടുത്ത് കൊണ്ടവൻ ചോദിച്ചു. ഒന്നുമില്ല. അവൻ കൈ തടസ്സം വെക്കാത്ത സൈഡിലൂടെ പോകാൻ ശ്രമിച്ചു കൊണ്ടവൾ പറഞ്ഞു. അത് കള്ളം. എന്തോ ഉണ്ട്. എന്താ പ്രശ്നം പറ. 6 മാസം കഴിഞ്ഞ് പിരിയാനുള്ളതാണെങ്കിലും നിന്റെ ഭർത്താവല്ലേ ഞാൻ. പറ, എന്താടി മാമിയുടെ പ്രശ്നം? യാമി നിൽക്കുന്നതിനിരുവശവും കൈവച്ച് തടഞ്ഞ് അവളെ തൻ്റെ കൈക്കുള്ളിൽ നിർത്തിക്കൊണ്ടവൻ അല്പം സൗമ്യമായി ചോദിച്ചതും യാമി അറിയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കിപ്പോയി. ശിവയുടെ കണ്ണുകളും അവളുടെ മുഖത്താണ്. കാണാനേറെ പ്രിയപ്പെട്ടതായി മാറുന്ന അവളുടെ മുഖത്ത്. മാറിക്ക ശിവ, എനിക്ക് നല്ല തലവേദന. കിടക്കണം പ്ലീസ്. അടുക്കരുതെന്ന് കൽപ്പിക്കും തോറും സ്വന്തമാണെന്ന് വാശി പിടിക്കുന്ന തൻ്റെ മനസ്സിൻ്റെ ദയനീയത പ്രകടമാക്കാനാവാതെ അവൾ പറഞ്ഞു. എപ്പോൾ തുടങ്ങിയതായി തലവേദന? അവൾക്ക് മുന്നിൽ നിന്നും മാറാതെ തന്നെ അവൻ ചോദിച്ചു. കുറച്ചു നേരമായി. മാറ്, ഞാൻ കിടക്കട്ടെ. അവൻ്റെ അരികിൽ നിന്നും പോകാനായി യാമി തിടുക്കം കൂട്ടി. അവളെ അല്പനേരം നോക്കി നിന്ന ശേഷം മെല്ലെ അവൾക്ക് മുന്നിൽ നിന്നും വഴി മാറിക്കൊടുത്തു. യാമി വേഗം ചെന്ന് അവളുടെ പുതപ്പെടുത്ത് മൂടി പുതച്ച് കിടന്നു. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും, അല്ലല്ല എല്ലാ ഭാര്യമാർക്കും ഈ തലവേദന ഉണ്ടാകുമല്ലേ? ബെഡിലേക്ക് കിടന്നവളെ അർത്ഥം വെച്ചൊരു ചോദ്യത്തോടെ അവൻ നോക്കി. അവൻ അങ്ങനെ പറഞ്ഞതും അത് മനസ്സിലായില്ലെന്ന പോലെ പുതപ്പ് മാറ്റി അവൾ അവനെ ഒന്ന് നോക്കി. ശിവ പക്ഷേ ആ സമയം അവളെ നോക്കാതെ അലസമായി കബോർഡിൻ്റെ ഡോർ അടക്കുകയായിരുന്നു. അത് കണ്ടതും യാമി അതേപടി ചെരിഞ്ഞു കിടന്നു. തൊട്ടു പിന്നാലെ റൂമിലെ ലൈറ്റ് ഓഫ് ആക്കുന്നതും തൊട്ടടുന്നവൻ കിടന്നതും യാമി അറിഞ്ഞു. തൻ്റെ മനസ്സിൽ കലങ്ങിക്കൂടിയ ചിന്തകളെ ഒരു ദീർഘനിശ്വാസത്തോടെ ഒഴിവാക്കുമ്പോൾ കഴുത്തോരം തൊട്ടുരുമിയ പ്രിയപ്പെട്ടവൻ്റെ മുഖം. യാമി ഒരു ഉൾക്കിടലത്തോടെ കണ്ണുമേച്ചവനെ മുഖം തിരിച്ചു നോക്കി. നല്ല തലവേദനയുണ്ടോടി മാമി? ഉണ്ടെങ്കിൽ പറ, ഞാൻ ബാം പുരട്ടി തരാം. കളിയാക്കിക്കൊണ്ടുള്ളൊരു ചോദ്യമാണെങ്കിലും അത്രയും അടുത്തവൻ്റെ മുഖവും സ്വരവും യാമി ശരിക്കും തരച്ചു നിന്നുപോയി. ശിവയുടെ കണ്ണുകൾ അത് തന്നെ നോക്കി മെലിഞ്ഞു നിൽക്കുന്ന യാമിയുടെ കണ്ണുകളിലാണ്. റൂമിൽ പടർന്ന നേർത്ത ഇരുട്ടിൻ്റെ നിലാവിൽ പോലെ തിളങ്ങുന്ന ആ കണ്ണുകൾ. പറ, നല്ല വേദനയുണ്ടോ? അവൻ്റെ നോട്ടവും വശ്യമായൊരു ചിരിയും തന്നെ അവൻ പരിഹസിക്കുകയാണെന്ന തോന്നലിൽ യാമിയുടെ കണ്ണും ചുണ്ടും അവനെ നേർക്കു കൂർത്തു വന്നു. പോയി നിന്റെ മറ്റുള്ളോട് ചോദിക്കടാ. തൻ്റെ തോളോട് ചേർന്ന് നിന്ന അവൻ്റെ ദേഹം പിന്നോട്ടൊരൊറ്റ തള്ളിക്കൊണ്ടവൾ ചൂടിയോടെ പറഞ്ഞതും ശിവ ഒരു ചിരിയോടെ ബെഡിലേക്ക് മലർന്നു കിടന്നു. ഞാൻ കാര്യത്തിൽ ചോദിച്ചതാടെ മാമി. ശിവ ചിരിയോടെ അവളുടെ അടുത്തേക്ക് തന്നെ ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. യാമയ്ക്ക് ദേഷ്യം അടക്കാനായില്ല. തന്നെ ഒന്നും മനസ്സിലാക്കാൻ കൂടെ ശ്രമിക്കാതെ ഇങ്ങനെ കളിയാക്കുന്നവനെ കാണാൻ ഉള്ളിലെ സങ്കടം മുഴുവൻ ദേഷ്യമായി മാറി. അവൾ അവനെ വീണ്ടും പിന്നോട്ടേക്ക് തള്ളി. മെല്ലെ തള്ളടി മാമി. ഒരു സഹായം ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പിടിച്ചു തള്ളുന്നോ? അവൻ അവളെ നോക്കി കണ്ണൊന്നു കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് നിൻ്റെ സഹായമൊന്നും വേണ്ട. അതൊക്കെ വേണ്ടവരൊരുപാടില്ലേ. പോയി അവർക്ക് ചെയ്തു കൊടുക്ക്. യാമി പുതപ്പ് ഒന്നുകൂടെ ദേഹത്തേക്ക് വലിച്ചിട്ട് ശിവയിൽ നിന്നും എത്രത്തോളം അകലമിട്ട് കിടക്കാവോ അത്രയും അകലമിട്ട് കിടന്നുകൊണ്ട് പറഞ്ഞു. ഓ, അങ്ങനെ എല്ലാവരും സഹായിക്കാനൊന്നും പറ്റില്ല. സഹായിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും പ്രിയപ്പെട്ടവരെ മാത്രം. അതാണെൻ്റെ പോളിസി. തലയ്ക്ക് പിന്നിലേക്ക് കൈമടക്കി വെച്ച് മലർന്നു കിടന്ന് കാലിന്മേൽ കാല് കയറ്റി വെച്ചാ കാലുമെല്ലെ വിറപ്പിച്ചു കൊണ്ടവൻ പറഞ്ഞതും യാമിയുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞുപോയി. ഇപ്പോഴും അവൻ പറയുന്നത് താൻ അവൻ ആരുമല്ലെന്നാണെന്നൊരു ചിന്തയായിരുന്നു അവളിൽ. പിന്നെ മെല്ലെ പുതപ്പിൻ്റെ തലപ്പ് കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ടവൾ ഒന്നും മിണ്ടാതെ ബെഡിൻ്റെ ഒരു മൂലയിലേക്ക് പതുങ്ങി കിടന്നു. അത്രയ്ക്ക് അങ്ങ് നീങ്ങിപ്പോകൊന്നും വേണ്ട. ഇന്നലെ മുഴുവൻ ഈ കാലും കൈയും എൻ്റെ ദേഹത്തായിരുന്നു. അവളെ പിന്നെയും മിണ്ടിക്കണം എന്നൊരു ഉദ്ദേശത്തോടെ ഇടങ്കണ്ണാലൊന്ന് നോക്കിക്കൊണ്ടവൻ പറഞ്ഞതും യാമിൽ നിന്നും അവൻ പ്രതീക്ഷിച്ചതുപോലെ യാതൊരു മറുപടിയും കിട്ടിയില്ല. ഡി മാമി, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഇത്ര ഡിമാൻഡിട്ട് നീങ്ങിക്കിടക്കൊന്നും വേണ്ട. കുറച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന്. അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് എണീറ്റ് മാറി കിടക്കണം. അത് പറ്റുമോ? ഒന്നും മിണ്ടാതെ കിടക്കുന്നവളെ നോക്കി ശിവ ചൂടിയോടെ വീണ്ടും പറഞ്ഞു. മാറിക്കിടക്കണമെങ്കിൽ അത് നേരിട്ടങ്ങ് പറഞ്ഞാൽ പോരെ ശിവ. അല്ലാതെ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കണോ? പിന്നെ ഇപ്പോൾ പറഞ്ഞത്
എൻ്റെ 10 വയസ്സ് മുതൽ ഇങ്ങനെ ഈ കിടപ്പ് കിടക്കാൻ തുടങ്ങിയതാ ഞാൻ. ഇവിടെ നിന്ന് അങ്ങോട്ടൊന്ന് തിരിയുന്നുണ്ടെങ്കിൽ അത് സ്വബോധത്തോടെ ആയിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാ. അതുകൊണ്ടിങ്ങനെ കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട. കൂടെ കിടക്കാൻ അമ്മയോ അച്ഛനോ ഇല്ലാതെ ഒരു റൂമിൽ ഭയന്ന് വിറച്ച് കിടക്കുന്ന കൊച്ചു യാമിയുടെ മുഖം ഹൃദയത്തിൽ തെളിഞ്ഞു കാണെ യാമി വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞതും അരികെ കിടക്കുന്നവൻ അവളെ മുഖം ചരിച്ചൊന്ന് നോക്കി. അത്രയ്ക്ക് ഉറപ്പുണ്ടോ? ശിവ വെറുതെ ചോദിച്ചു. ഉണ്ട്. യാമി ഒരു നെടുവീർപ്പോടെ പറയുന്നതിനൊപ്പം മെല്ലെ പുതപ്പുമായി ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഇതെങ്ങോട്ടാ? ശിവ സംശയത്തോടെ ചോദിച്ചു. ഞാൻ എൻ്റെ റൂമിൽ തന്നെ കിടന്നോളാം. യാമി അവനെ നോക്കാതെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നതും ശിവ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ അവളുടെ കൈത്തണ്ടയിൽ പിടുത്തമിട്ടത് പെട്ടെന്നായിരുന്നു. ഞാൻ അവിടെ കിടന്നോളാം ശിവ. ഞാൻ കാരണം ഈ ബുദ്ധിമുട്ട് കൂടെ നീ സഹിക്കണ്ട. യാമി അവൻ്റെ കൈ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ നീ ഇങ്ങനെയൊക്കെ പറയും, എന്നിട്ട് നാളെ നേരം വെളുക്കും മുന്നേ അമ്മായിയപ്പനോട് പോയി ശിവ എന്നെ റൂമിൽ കിടത്തുന്നില്ല, പുറത്താക്കിയെന്നൊക്കെ പറഞ്ഞ് രാവിലെ തന്നെ 1/2 മണിക്കൂർ അങ്ങേരുടെ ഉപദേശം കേട്ട് നിൽക്കാൻ തൽക്കാലം എനിക്ക് സമയമില്ല. അതുകൊണ്ട് മാമി ഇവിടെ തന്നെ അങ്ങ് കിടന്നാൽ മതി. 6 മാസമല്ലേ, ബുദ്ധിമുട്ടൊക്കെ ഞാൻ സഹിച്ചോളാം. വാ, വന്ന് കിടക്ക്. ശിവ അവളെ ബെഡിലേക്ക് തന്നെ വലിച്ചു. ഞാൻ ആരോടും ഒന്നും പറയില്ല. ഇതിൻ്റെ പേരിൽ നിന്നെ ആരും ഉപദേശിക്കാനും വരില്ല, പോരെ? യാമി വീർത്ത മുഖത്തോടെ അവനെ നോക്കി ചൂടിയോടെ പറഞ്ഞു. നീ അങ്ങനെ പലതും പറയും, പക്ഷെ നിന്നെ എനിക്കിപ്പോൾ തീരെ തീരെ വിശ്വാസമില്ല. അല്ലെങ്കിലും വിശ്വസിക്കാൻ തക്ക ഒന്നും നീ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ, ഉണ്ടോ? നിലാവിൻ്റെ വെട്ടം പോലെ വെളിച്ചം പടർന്ന ആ റൂമിൽ നേർത്തായ വെളിച്ചത്തിൽ തെളിഞ്ഞു കാണുന്ന അവളുടെ ഭംഗിയുള്ള മുഖത്തേക്ക് ഉറ്റുനോക്കി പറയുമ്പോൾ കണ്ണുകൾ അവളുടെ പരിഭവം നിറഞ്ഞ ഇപ്പോൾ തുളുമ്പും എന്നപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന കണ്ണിലേക്കായിരുന്നു. തൻ്റെ ശ്വാസത്തെ പോലും പെണ്ണി നോട്ടം കൊണ്ട് പിടിച്ചു കെട്ടുമെന്ന് തോന്നി അവന്. കണ്ണുനീർ നിറഞ്ഞു നിന്ന യാമയുടെ കണ്ണുകളിൽ പതിയെ ഒരു ദേഷ്യം വന്നു. അവളവൻ്റെ കൈ അവളിൽ നിന്നും വപ്പം ബലമായി തന്നെ വേർപ്പെടുത്തി തുടങ്ങിയതും അവളുടെ ആ ദേഷ്യം നോക്കി നിന്നവൻ ഒരൊറ്റ വലിയിൽ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. യാമിയുടെ കണ്ണുകൾ അപ്പാടെ മെഴിഞ്ഞുപോയി. അവൾ മൊത്തമായി അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു കഴിഞ്ഞിരുന്നു. ശിവ, എന്തേ കാണിക്കുന്നേ? വിട്ടേ, വിട്. അവൾ വല്ലാത്തൊരു പിടപ്പിലോടെ അവനിൽ നിന്നും അടർന്നു മാറാൻ വെപ്രാളപ്പെട്ടു. ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കില്ലേടി നീ? അവനില്ലാത്ത ദേഷ്യം നടിച്ചുകൊണ്ട് അവളുടെ കാതോര മുരണ്ടു. ശിവ, എന്നെ വിട്. ദേ, നെഞ്ചിൽ മുറിവുള്ളതാണ്. യാമി അത്രമേൽ വെപ്രാളപ്പെട്ടുകൊണ്ട് പിടഞ്ഞു മാറാൻ ശ്രമിച്ചു. എൻ്റെ നെഞ്ചല്ലേ, നോവുന്നതും എനിക്ക് തന്നെയല്ലേ, അതിന് നിനക്കെന്താ? ശിവ അതേ മുരൾച്ചയോടെ അവളെ അവനിലേക്ക് തന്നെ ബലമായി ചേർത്ത് പിടിച്ചു. ശിവ, അതെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എന്നെ വിട്. വിട്ടേ, പ്ലീസ്. ദേഷ്യത്തോടെ പറയാനാണ് ഉദ്ദേശിച്ചതെങ്കിലും അവളുടെ സ്വരം കൂടുതൽ ദയനീയമാവുകയാണ് ചെയ്തത്. എന്നാ പറ, ഇവിടെ കിടക്കോ? ശിവ ഒരൽപ്പം സൗമ്യമായി എന്നൊരു ഭീഷണിയോടെ ചോദിച്ചു. യാമി വല്ലാത്തൊരു പതർച്ചയോടെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. കിടക്കാമെന്ന് പറഞ്ഞ ഈ പിടി ഇപ്പോൾ വീഴും, ഇല്ലെങ്കിൽ നാളെ നേരം വെളുക്കും വരെ ഇങ്ങനെ പിടിച്ചു വെക്കും ഞാൻ. വേണോ? വേണ്ട, ഞാൻ കിടന്നോളാം, വിട്. യാമി അവനിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. യാമി അങ്ങനെ പറഞ്ഞതും തന്നെ നോക്കാതെ മുഖം തിരിച്ച് തൻ്റെ നെഞ്ചിൽ കിടക്കുന്നവളെ നോക്കി അല്പനേരം കൂടെ അവളെ അങ്ങനെ തന്നെ പിടിച്ചു വെച്ചു. പിന്നെ മെല്ലെ അവളുടെ കയ്യിലെ പിടുത്തം മായ്ച്ചതും യാമി നിമിഷ നേരം കൊണ്ട് അവനിൽ നിന്നും അകന്നു മാറി ഒരു മൂലയിലേക്ക് പതുങ്ങി. അവനിൽ നിന്നും വേർപെട്ടതും വല്ലാതെ കിതച്ചു പോയതുപോലെ അവൾ തൻ്റെ നെഞ്ചിൽ പിടക്കി. കാണുന്ന പോലെയൊന്നും അല്ല, നല്ല വെയിറ്റാണല്ലോ മാമി നിനക്ക്. എൻ്റെ നെഞ്ച് പൊളിഞ്ഞു. അവളുടെ വെപ്രാളം ഒന്നടക്കാനെന്നോണം അവൻ ചൂടിയോടെ പറഞ്ഞു. കുന്തമുന പോലെ കൂർത്തൊരു നോട്ടമാണ് യാമിയിൽ നിന്നും അതിന് മറുപടിയായി കിട്ടിയത്. നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, ഉള്ളത് തന്നെയാ പറഞ്ഞത്. എന്തൊരു വെയിറ്റാണ്. ശിവ അവളെ കെറുവോടെ നോക്കിക്കൊണ്ട് നെഞ്ചൊന്ന് തടവി. ആണെങ്കിൽ നന്നായി പോയി. ഞാൻ പറഞ്ഞോ എന്നെ പിടിച്ച കരിങ്കല്ലിലോട്ട് വലിച്ചിടാം. പിടിഞ്ഞെണീറ്റ് റൂമിലെ ലൈറ്റ് ഓൺ ചെയ്തവനെ നോക്കി ദഹിപ്പിക്കും വിധം ചോദിച്ചു അവൾ. എന്നാ പറഞ്ഞാൽ അനുസരിക്കാത്ത നിന്നെ ഞാൻ പൂവിട്ട് പൂജിക്കാടി. പെണ്ണിൻ്റെ ദേഷ്യം കണ്ടുകൊണ്ട് തന്നെ അവനും ചൊടിച്ചു. പൂജിക്കാൻ ഇങ്ങോട്ട് വാ, നിന്നു തരുന്നുണ്ട് ഞാൻ. ദേ നോക്ക്, ഇന്നെൻ്റെ ദേഹത്ത് തൊട്ടത് തൊട്ടു. ഇനി എങ്ങാനും നിൻ്റെ ഈ കൈ എൻ്റെ നേർക്ക് വന്നാൽ ആ കൈ ഞാൻ വെട്ടും, നോക്കിക്കോ. ശിവ കിടക്കുന്നതിന് നേർക്ക് വിരൽ ചൂണ്ടി അത്രയും ദേഷ്യത്തോടെ അവൾ പറഞ്ഞു. എന്നാ വന്ന് വെട്ടടി, വാ. എന്നാൽ പിന്നെ അത് കണ്ടിട്ട് തന്നെ ബാക്കി എന്ന പോലെ അവൻ എഴുന്നേറ്റ് അവൾക്ക് നേരെ ചെന്നു. ശിവ വേണ്ട. അവൾ പേടിയോടെ പിന്നോട്ട് നീങ്ങി. കൈ വെട്ടടി, ഇതാ വെട്ട്. ശിവ അവൾക്ക് നേരെ തൻ്റെ കൈ നീട്ടിക്കൊണ്ട് അവളുടെ നേർക്ക് തന്നെ നടന്നു. വേണ്ട, ഞാനിത് വലിച്ചെറിയും. അതൊട്ടും പ്രതീക്ഷിക്കാത്ത അവൾ പേടിയോടെ കയ്യിൽ തടഞ്ഞ മരുന്ന് പെട്ടിയെടുത്ത് അവന് നേർക്കോങ്ങി. അപ്പോൾ കൈ വെട്ടണ്ടേ നിനക്ക്? ആകെ വിയർപ്പ് പൊടിഞ്ഞ് വെപ്രാളപ്പെടുന്നവളെ നോക്കി മുണ്ടുമടക്കി കുത്തിക്കൊണ്ടവൻ
ഓരോ കാലടിയും മുന്നോട്ട് വെച്ചു. ഇനി ഇനി നീ മുന്നോട്ട് വന്നാൽ ഞാൻ ഒച്ച വയ്ക്കും. തൻ്റെ ഭീഷണിയിലൊന്നും അവൻ പിൻവാങ്ങുന്നില്ല എന്ന് കാണെ യാമി അവനെ നേർക്ക് വിരൽ ചൂണ്ടി. അതേ വെപ്രാളത്തോടെ തന്നെ പറഞ്ഞു, എന്നാൽ നിന്നെ ഞാൻ കൊല്ലും. ശിവ രണ്ടും കൽപ്പിച്ച് കൂസലില്ലാതെ മുന്നോട്ട് തന്നെ നടന്നു. യാമി തൻ്റെ സകല ഉച്ചത്തിലും മലറാൻ വേണ്ടി വാ തുറന്ന നിമിഷം ശിവയുടെ കൈകൾ അവളുടെ വാ പൊത്തിയെന്നു മാത്രമല്ല, അവളെ ഭിത്തിയിലേക്ക് ചേർത്തി നിവർത്തി ആ മൃദുവായ ദേഹത്തേക്ക് അവൻ്റെ ദേഹം അങ്ങ് ചായ്ച്ചു. യാമി അറിയാതെ തന്നെ അവൻ്റെ നെഞ്ചിന് ഇരുവശത്തും കൈകൾ വെച്ച് തടഞ്ഞു. കാരണം ഒരു ഇഞ്ച് കൂടെ അവൻ തന്നിലേക്ക് അമർന്നാൽ അവളുടെ മാറിടം അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു പോകും വിധമായിരുന്നു അവൻ്റെ നിൽപ്പ്. അത് ശിവയ്ക്കും അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ഒരു ഇഞ്ച് അകലം സൃഷ്ടിച്ചതും. ഒച്ച വയ്ക്കോ? ആകെ ചുവന്നു കലങ്ങിയ വിയർപ്പ് പൊടിഞ്ഞ് വെപ്രാളപ്പെട്ട് നിൽക്കുന്നവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി അവൻ മെല്ലെ ചോദിച്ചു. യാമിക്ക് ഇതപ്പോടെ അവനെ നോക്കി ഒരു മറുപടി ഇല്ലാതെ അങ്ങനെ നിന്നുപോയി. പറ മാമി, ഒച്ച വയ്ക്കോ? ശിവ വീണ്ടും ചോദിച്ചതും വേഗമില്ല എന്ന് തലയനക്കി. എൻ്റെ കൈ വെട്ടണോ നിനക്ക്? ശിവയുടെ നോട്ടം രൂക്ഷമായി. യാമി അതിനും വേഗം ഇല്ലെന്ന് തലയനക്ക്. ശരിക്കും കൈ വെട്ടണ്ടേ? ശിവ പിന്നെയും ചോദിച്ചു. യാമി ഒരു നിമിഷം പോലും വൈകാതെ വേണ്ടെന്ന് തന്നെ തലയനക്കി. എന്നാ വാ കിടക്കാം. യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ അവളിൽ നിന്നും അകന്നു മാറി ബെഡിനരികിലേക്ക് നടന്നുകൊണ്ടവൻ പറഞ്ഞതും യാമി നെഞ്ചിൽ കൈവച്ച് തൻ്റെ കിതപ്പടക്കി. ഇന്നത്തെ അംഗം അവസാനിപ്പിച്ച ഭാവത്തിൽ ഉറങ്ങാനുള്ള ഒരുക്കത്തോടെ ബെഡിൽ കമഴ്ന്നു കിടന്നതും യാമി ആശ്വാസത്തോടെ മുഖത്തെ വിയർപ്പൊപ്പി കുറച്ച് വെള്ളമെടുത്ത് കുടിച്ചു. ലൈറ്റ് ഓഫാക്കി വന്ന് കിടക്കടി. വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടും താൻ കിടക്കുന്നത് നോക്കി നിൽക്കുന്നവളെ അറിയാതെ അവൻ പെട്ടെന്നൽപ്പം ശബ്ദത്തിൽ പറഞ്ഞതും യാമി വേഗം ചെന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് പുതപ്പെടുത്ത് മൂടി പുതച്ച് കിടന്നു. വെട്ടുപോത്ത്, താനും വെട്ടുപോത്ത്. തന്നെ ഇത്രയൊക്കെ കഷ്ടപ്പെടുത്തിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ നല്ല കുട്ടിയായി അരികെ കിടക്കുന്നവനെ കാണെ അവൾ പിറുപിറുത്തു. അവൾ ആ വിളിച്ചത് കേട്ടെങ്കിലും തൻ്റെ തലയിണയെ കവിൾ ചേർത്ത് കിടന്നവൻ മെല്ലെ മെല്ലെ ഒരു മയക്കത്തിലേക്ക് വീണു. അവനൊപ്പം യാമിയും. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ കുളി കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്ന യാമിയെ നോക്കി അജു ഒരു ചിരിയോടെ വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ്. താല്പര്യമില്ലെങ്കിലും യാമിയും ഒരു പുഞ്ചിരിയോടെ അവന് മറുപടി കൊടുത്തുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു. ആ, നീ വന്നോ? ആ ചെറുക്കന്നെ എഴുന്നേറ്റില്ലല്ലോ. യാമിയെ കണ്ടതും സരസ്വതിയമ്മ ചോദിച്ചു. ശിവയുടെ കാര്യം പറയുമ്പോൾ മാത്രം സരസ്വതിയമ്മയുടെ മുഖത്ത് വരുന്ന ചൊടി കാണെ യാമി ഒരു ചിരിയോടെ ഇല്ലെന്ന് തലയനക്കി. ആ, അതെപ്പോഴും മൂട്ടിൽ വെയിലടിച്ചാൽ എഴുന്നേൽക്കൂ. ഇനിയിപ്പോൾ എങ്ങാനും എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കിയ കാപ്പിയൊക്കെ കഴിഞ്ഞ് വേറെ ഉണ്ടാക്കിയിട്ട് വേണം. അതാ ചോദിച്ചേ. അല്ല, നിന്നോടെങ്ങനെ? മര്യാദക്കല്ലേ അവൻ. ചുട്ടെടുത്ത അപ്പങ്ങളെല്ലാം ഒരു പാത്രത്തിലേക്ക് വെച്ചടച്ച് അതുമായി ഡൈനിങ് ഹാളിലേക്ക് നടന്നുകൊണ്ട് സരസ്വതിയമ്മ അവളോട് ചോദിച്ചതും ഇന്നലെ തന്നെ ആ റൂമിനകത്തിട്ട് വെള്ളം കുടിപ്പിച്ചവനെ ഒരു നിശ്വാസത്തോടെ ഓർത്തുപോയി യാമി. അല്ലേ? യാമിയുടെ മറുപടി ഒന്നും കേൾക്കാത്തത് കാണാൻ സരസ്വതിയമ്മ അവളെ തിരിഞ്ഞു നോക്കി വീണ്ടും ചോദിച്ചു. ആണമ്മേ. യാമി കുഞ്ഞൊരു ചിരിയോടെ കറിയുടെ പാത്രം എടുത്ത് അവൾക്ക് പിന്നാലെ നടന്നു. യാമി, പെട്ടെന്നാണ് താനും അവളുടെ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നത്. ആ, ചേച്ചി എപ്പോൾ വന്നു? ഇന്നലെ വരില്ല എന്ന് പറഞ്ഞല്ലോ അമ്മ. യാമി നല്ലൊരു ചിരിയോടെ തനുവിന് അരികിലേക്ക് ചെന്നു. വരില്ലെന്ന് തന്നെയായിരുന്നു. പിന്നെ പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ ഇങ്ങ് വരാമെന്ന് തോന്നി. 12 മണി കഴിഞ്ഞു ഇവിടെ എത്തുമ്പോൾ. യാമിയെ ആകെ മൊത്തം ഒന്ന് നോക്കിക്കൊണ്ട് ചെറു ചിരിയോടെ തന്നെ തനു പറഞ്ഞു. ആ, യാമിയോ, തലവേദനയൊക്കെ കുറഞ്ഞോ? എങ്ങനെയുണ്ട് ഇപ്പോൾ? തനുവിന് പിന്നാലെ റൂമിൽ നിന്നിറങ്ങിയ അനു യാമിയെ കാണാൻ ചിരിയോടെ വിശേഷം തിരക്കി. നിങ്ങളുടെ ആ തല തെറിച്ച അനിയൻ്റെ കൂടെയല്ലേ പൊറുതി. അപ്പം പിന്നെ ഇനി അങ്ങോട്ട് എന്നും തലവേദന തന്നെയാവും. അതിങ്ങനെ ചോദിക്കാനൊന്നുമില്ല. യാമി മറുപടി പറയും മുന്നേ താനും ഒരു ചൊടിയോടെ മറുപടി പറഞ്ഞു. ആ, ഇതാ എൻ്റെ മുന്നിൽ വെച്ച് പറയാനുള്ള ധൈര്യം കാണിക്കാതെ നീ. തനുവിൻ്റെ തലയ്ക്ക് ഒരു കൊട്ട് കൊടുത്തുകൊണ്ടവൻ യാമിയെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു. യാമി ഇതുവരെയും നോക്കി മനോഹരമായി പുഞ്ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. എന്നാലും ഇത്ര വലിയൊരു കാര്യം നടന്നിട്ട് എല്ലാം ഒളിപ്പിച്ചു വെച്ചത് ശരിയായില്ല കേട്ടോ. ഞങ്ങളോടൊക്കെ ഒന്ന് പറയാമായിരുന്നു. ആനി അവളെ നോക്കി സൗമ്യമായി പറഞ്ഞതും യാമിയുടെ പുഞ്ചിരി വല്ലായ്മയിലായി. അതിന് രുദ്രൻ കുഞ്ഞ് സമ്മതിക്കേണ്ട അനിമോനെ. കുഞ്ഞിൻ്റെ സമ്മതം ഇല്ലാതെ മോളങ്ങനെ പറയാനാ? അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന സരസ്വതിയമ്മ യാമിയുടെ വല്ലായ്മ കാണാൻ പെട്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പറഞ്ഞിട്ടെന്താ ഗുണം? കെട്ടിയത് അവനല്ലേ. വെറുതെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ അല്ലേ യാമി? താനും യാമിയെ ചേർത്ത് പിടിച്ചുകൊണ്ടൊരു ചോദ്യത്തോടെ നിന്നു. യാമിയുടെ കണ്ണുകൾ പക്ഷേ നോക്കിയത് ആ സംസാരങ്ങളെല്ലാം കേട്ട് തന്നെ നോക്കി പരിഹാസം കലർന്നൊരു ചിരിയോടെ സോഫയിലിരിക്കുന്ന അജുവിലായിരുന്നു. എന്തോ അവൻ്റെ നോട്ടവും ഭാവവും ഒക്കെ അവൾക്കൊട്ടും ഇഷ്ടമായില്ല. അങ്ങനെയൊന്നുമില്ല ചേച്ചി, ശിവ പാവാണ്. യാമി താനുവിനെ നോക്കി ചിരിയോടെ പറഞ്ഞു. ആ,
അതിപ്പോൾ കൂടെ കഴിയാൻ തുടങ്ങിയിട്ട് 5-6 ദിവസമല്ലേ ആയത്. അതുകൊണ്ട് ഈ തോന്നൽ. ഈ അഭിപ്രായമൊക്കെ മാറും. ഇല്ലെങ്കിൽ അവൻ മാറ്റും. താനൊരു തലയാട്ടിലോടെ ഉറപ്പിച്ച് പറഞ്ഞതും അനി അവളുടെ കവളിൽ നോം വീതമൊന്ന് നുള്ളി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും രാജശേഖരനും സുഭദ്രാമയും അഭിയും അജുവും കുഞ്ഞോളും എല്ലാം രാവിലത്തെ ഭക്ഷണം കഴിക്കാനായി അങ്ങോട്ടേക്ക് വന്നു. യാമി കഴിച്ചില്ലല്ലോ, വാ. തനുവിനെ ചേർത്ത് പിടിച്ച് കഴിക്കാനിരിക്കെ അനി യാമിയെ കൂടെ വിളിച്ചു. ഇല്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. യാമി അവരെയെല്ലാം നോക്കി ഒരു വല്ലായ്മയോടെ പറഞ്ഞു. അതെന്തിനാ പിന്നെ കഴിക്കുന്നേ? ഇങ്ങോട്ട് വാ പെണ്ണെ, മാറിയിരുന്ന് കഴിക്കലൊക്കെ മുമ്പ്. ഇങ്ങനെ ഈ വീട്ടിലെ എല്ലാവർക്കും ഒപ്പം ഇരുന്ന് കഴിക്കാനുള്ള ലൈസൻസാണ് ഈ കഴുത്തിൽ രുദ്രൻ കെട്ടി തന്നത്. വാ, ഇങ്ങോട്ടിരിക്ക്. സുഭദ്രാമ എന്തോ പറയാനായി നിന്നപ്പോഴേക്കും താനു യാമി പിടിച്ച് അവൾക്കടുത്തുള്ള കസേരയിലേക്ക് ഇരുത്തി കഴിഞ്ഞിരുന്നു. ആ നിമിഷം സരസ്വതി അമ്മയുടെ അടക്കം എല്ലാവരുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ പെട്ടെന്നാണ് വീട്ടുമുറ്റത്തൊരു കാർ വന്ന ശബ്ദം എല്ലാവരും ശ്രദ്ധിച്ചത്. ഈ നേരത്തിതിപ്പോൾ ആരാ? സുഭദ്രാമ സംശയത്തോടെ ചോദിച്ചപ്പോഴേക്കും സരസ്വതിയമ്മ മെല്ലെ ആരാ വന്നതെന്ന് നോക്കാനായി നടന്നു. ഞാൻ നോക്കാം അമ്മേ. വയ്യാത്ത കാലുമായി മെല്ലെ നടക്കാൻ സരസ്വതിയമ്മയെ കാണെ യാമി പെട്ടെന്ന് എഴുന്നേറ്റ് അവർക്ക് മുന്നേ മെൻഡോറിനരികിലേക്ക് നടന്നു. വാതിൽ തുറന്നതും വീടിന് മുന്നിൽ നിർത്തിയിട്ട് കാറിൽ നിന്നും നിറഞ്ഞ ചിരിയോടെ ഇറങ്ങുന്നവളെ കാണെ യാമി ശരിക്കും ഒന്ന് അതിശയിച്ചു പോയി. ഹായ്, ഗുഡ് മോർണിംഗ്. സർ റെഡിയായോ? തന്നെ നോക്കി കൈ ഉയർത്തി തിളക്കമേറിയ മെഴികളോടെ ചുറുചുറുക്കോടെ ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വരുന്ന ലിയയെ യാമി ഒന്നും മനസ്സിലാവാതെ നോക്കി. ആരാ മോളെ? സുഭദ്രാമ വിളിച്ചു ചോദിച്ചു. ഞാനാ മാം. യാമിയുടെ കവളിൽ മെല്ലെ ഒന്ന് തോണ്ടിക്കൊണ്ട് ലിയ അവളെ കടന്ന് അകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞതും രാജശേഖരനടക്കം അജുവും അബിയും എല്ലാവരും അവളെ ചെറുചിരിയോടെ എന്നാലൊരു സംശയത്തോടെ നോക്കി. ഗുഡ് മോർണിംഗ് ആൾ. ഭക്ഷണം കഴിക്കായിരുന്നല്ലേ? ഞാൻ വന്നത് ഡിസ്റ്റർബ് ആയില്ലല്ലോ? പുരികം ചുളിച്ചൊരു ചിരിയോടെ അവൾ ചോദിച്ചു. ഏയ്, നോ, കം കം. അനി പെട്ടെന്ന് അവളെ അകത്തേക്ക് ക്ഷണിച്ചു. തനുവിൻ്റെ കണ്ണുകൾ ലിയയുടെ വേഷത്തിലായിരുന്നു. ലൈറ്റ് പിങ്ക് സാറ്റിൻ സിൽക്ക് ഫുൾ സ്ലീവ് ഷർട്ട്, ബ്ലാക്ക് സ്കിന്നി സ്കേർട്ടിനൊപ്പം ടക്കിൻ ചെയ്ത് ബ്രൗൺ നിറമുള്ള മുടികൾ പോണിറ്റെയിൽ കെട്ടിവെച്ച് തികച്ചും ഒരു ഓഫീസ് ലുക്കിൽ. അതേ നിമിഷം യാമിയും ഓർത്തുപോയി അന്ന് ആ ഫംഗ്ഷനിൽ വെച്ച് പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം എന്ന് ലിയയെക്കുറിച്ച് ശിവ പറഞ്ഞിരുന്നത്. ലിയ വരൂ, കഴിക്കാം. അബി അവളെ നോക്കി ചിരിയോടെ ഭക്ഷണം കഴിക്കാനായി ക്ഷണിച്ചു. ഏയ് വേണ്ട സർ, ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. സർ റെഡിയായോ? ഞാൻ ലേറ്റായില്ലല്ലോ? അവൾ ചിരിയോടെ തന്നെ ചോദിച്ചു. ഏത് സർ? അജു അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചതും ശേഖരനടക്കം അവിടെയുള്ള എല്ലാവരുടെയും കണ്ണിൽ ആ ഒരു ചോദ്യം തന്നെ ആയിരുന്നു. ഒപ്പം തന്നെ മേലെ ശിവയുടെ റൂമിലേക്കും ഒന്ന് നോക്കുന്നുണ്ടവർ. രുദ്രൻ സർ. ലിയ എല്ലാവരെയും നോക്കി പറഞ്ഞതും മുകൾ നിലയിലെ ശിവയുടെ റൂമിൻ്റെ ഡോർ തുറന്നു കഴിഞ്ഞിരുന്നു. യാമി വല്ലാത്തൊരു അതിശയത്തോടെ പടികൾ ഇറങ്ങി വരുന്നവനെ നോക്കി നിന്നുപോയി. അവൾ മാത്രമല്ല, ബാക്കി എല്ലാവരും. എന്തിന്, സരസ്വതിയമ്മ വരെ വാ പൊളിച്ചു നോക്കി നിന്നു. ലൈറ്റ് ഗ്രേ ആൻഡ് വൈറ്റ് നിറത്തിലുള്ള സ്ലിം ഫിറ്റ് സോളിഡ് മെൻ സ്യൂട്ട് അത്രയും സ്റ്റൈലിഷ് ആൻഡ് ഫോർമൽ ലുക്കിൽ ഇറങ്ങി വരുന്നവനെ കാണാൻ അവരെല്ലാം പരസ്പരം ഒന്ന് നോക്കി. ഗുഡ് മോർണിംഗ് സർ. പടികൾ ഇറങ്ങി വന്ന ശിവയെ കണ്ടതും ലിയ അത്രയും ബഹുമാനത്തോടെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കയ്യിലുള്ള ലാപ്പടങ്ങിയ ഓഫീസ് ബാഗ് വാങ്ങി കയ്യിൽ പിടിച്ചു. മോർണിംഗ്. ശിവ അവളെ ഒന്ന് നോക്കി അല്പം ഗൗരവത്തോടെ തന്നെ പറഞ്ഞുകൊണ്ട് അനിയിരിക്കുന്നിടത്ത് വന്ന് അവന് കുടിക്കാനായി എടുത്തു വെച്ച് കോഫി എടുത്ത് ചുണ്ടോട് ചേർത്തു. തൻ്റെ മകനെ താൻ കാണാൻ ആഗ്രഹിച്ചൊരു രൂപത്തിലും ഭാവത്തിലും കണ്ട സന്തോഷം മനസ്സിലുണ്ടെങ്കിലും അത് തനിക്കോ അവനോ വേണ്ടിയല്ല, മറ്റൊരാൾക്ക് വേണ്ടിയാണല്ലോ എന്നതും അതും ഇതൊക്കെ തന്നോടുള്ള ദേഷ്യത്തിന് പുറത്താണല്ലോ എന്നൊരു ചിന്ത അയാളിൽ ദുഃഖം നിറച്ചു. നീ ഓഫീസിലേക്കാണോടാ? അനി അവനെ നോക്കി അല്പം സന്തോഷത്തോടെ ചോദിച്ചു. യാ. അവൻ ഏട്ടനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്കൊന്നുകൂടെ ആലോചിച്ചൂടെ രുദ്ര? തൻ്റെ അച്ഛൻ്റെ മുഖം കാണാൻ അഭി അവനെ നോക്കി വെറുതെയെങ്കിലും ചോദിച്ചു. എന്താലോചിക്കാൻ? ശിവയെ അവനെ നോക്കി ഒരു പരിഹാസ ചിരിയോടെ ചോദിച്ചു. നീ കഴിക്കുന്നില്ലേ ശിവ? വായിരിക്ക്. ഇതിൽ കൂടുതൽ സംസാരം ഉണ്ടായാൽ അച്ഛനും മകനും തമ്മിൽ വഴക്കിലേക്ക് എത്തുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സുഭദ്രാമ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. എനിക്ക് വേണ്ടമ്മ, അമ്മ കഴിക്ക്. ലിയ. അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ ലിയയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നതും തൊട്ടുമുന്നിൽ കണ്ണു മീച്ചൊരു അതിശയത്തോടെ നിൽക്കുന്ന സരസ്വതി അമ്മയെ കണ്ടു. തൊട്ടു പിന്നിലായി ഏകദേശം ഇതേ ഒരു അതിശയത്തിൽ തന്നെ യാമിയും നിൽക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. വാ അടക്കേണ്ട സരസു, ഇല്ലേ ഈച്ച കയറും. സരസ്വതിയമ്മയുടെ ഇടുപ്പിലൊന്ന് നുള്ളി പറയുന്നതിനൊപ്പം മുന്നോട്ട് നടന്ന് യാമി നിൽക്കുന്നതിന് തൊട്ടരികിലൂടെ പുറത്തേക്ക് നടന്നതും യാമി ഒന്നും മിണ്ടാതെ മെല്ലെ ഒതുങ്ങി നിന്നു കൊടുത്തു. ഇല്ലേ ചിലപ്പോൾ പോകുന്ന പോക്കിൽ തന്നെ അങ്ങ് മറിച്ചിടും. വെട്ടുപോത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അവൾ മനസ്സിലോർത്തു. നോക്കി നിൽക്കാതെ ഉമ്മറത്തേക്ക് ചെല്ലു പെണ്ണെ.
ഇത്രയും നേരം ചിരിയും സംസാരമൊക്കെയായി നിന്നവരൊക്കെ മൗനമായത് നോക്കി എന്തെന്നറിയാതെ യാമി നിൽക്കെ സരസ്വതിയമ്മ അവളുടെ അടുത്തേക്ക് വന്ന് ആരും കേൾക്കാതെ മെല്ലെ സ്വകാര്യം പറഞ്ഞു. എന്തിന്? യാമി അത് എന്തിനെന്ന് മനസ്സിലാവാതെ സരസ്വതിയമ്മയെ നോക്കി. പിന്നെ പോകാതെ ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് നിന്റെ ഭർത്താവാ, മറന്നോ നീ? സരസ്വതിയമ്മ ഒരു കണ്ണുരുട്ടലോടെ പറയുന്നതിനൊപ്പം ആരും ശ്രദ്ധിക്കാത്ത വിധം യാമി പിന്നോട്ട് തള്ളി. യാമി അറിയാതെ തന്നെ മെല്ലെ സിറ്റൗട്ടിലേക്ക് നടന്നുപോയി. ഇപ്പോൾ സംസാരിക്കാൻ ടൈമില്ല, ഞാൻ വൈകിട്ട് വരാം. ബൈ. യാമിയെ കണ്ടതും ശിവയ്ക്ക് കയറിയിരിക്കാൻ കാറിൻ്റെ ബാക്ക് ഡോർ മെല്ലെ തുറന്നുകൊണ്ട് കോ ഡ്രൈവർ സീറ്റിലേക്ക് നടക്കെ യാമിയെ നോക്കി കണ്ണ് ചിമ്മി ഒരു ചിരിയോടടക്കം പറഞ്ഞു. യാമി അവളെ നോക്കി മെല്ലെ ഒന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. ലിയ കാറിലേക്ക് കയറിയതും ഒട്ടും താമസമില്ലാതെ ആ കാർ ഒരു കുതിപ്പിൽ ഗേറ്റ് കടന്നു. യാമി ഒരു നിശ്വാസത്തോടെ തിരിച്ചകത്തേക്ക് വന്നു. അവിടെ അപ്പോഴും ആ നിശബ്ദതയിൽ തന്നെയായിരുന്നു. കമ്പനി എവിടെയാടാ? മൗനത്തെ ഭേദിച്ചുകൊണ്ട് ശേഖരൻ മെല്ലെ ചോദിച്ചു. ഞാൻ അന്വേഷിക്കും അച്ഛാ, അബി പെട്ടെന്ന് പറഞ്ഞു. അബിയുടെ ആ മറുപടി കേട്ടതും ശേഖരൻ ഇതുവരെ അന്വേഷിച്ചില്ലേ എന്നൊരു കടുപ്പത്തോടെ അവനെ ഉറ്റുനോക്കി. സിറ്റിയിൽ തന്നെ അച്ഛാ, AM മാളിൻ്റെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ. ശേഖരൻ്റെ ആ നോട്ടം കണ്ട് അബിയും അനിയും മജുവും തല കുനിച്ചപ്പോൾ കുഞ്ഞോൾ മെല്ലെ പറഞ്ഞു. അവൻ പറഞ്ഞതാണോ? ശേഖരൻ അവളെ നോക്കി ചോദിച്ചു. അല്ല, സച്ചുവേട്ടൻ പറഞ്ഞതാ, കുഞ്ഞോൾ പതുങ്ങിയ സ്വരത്തിൽ പറഞ്ഞു. നമ്മളെടുത്ത് വയ്ക്കുന്ന ടെൻഡറുകൾ ഏതൊക്കെയെന്ന് നോക്കണം. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഇന്ന് വൈകിട്ട് എനിക്ക് കയ്യിൽ കിട്ടണം, കേട്ടല്ലോ? കുഞ്ഞോളെ നോക്കി മെല്ലെ ഒന്ന് മൂളിക്കൊണ്ട് വിളമ്പിയ ഭക്ഷണം കഴിക്കാതെ എഴുന്നേൽക്കുന്നതിനൊപ്പം അബിയും അനിയും മജുനെയും നോക്കി ശേഖരൻ ഗൗരവത്തോടെ പറഞ്ഞു. എന്തെങ്കിലും കഴിച്ചിട്ട് എഴുന്നേൽക്ക് ശേഖരേട്ടാ. സുഭദ്രാമ്മ ദയനീയ ഭാവത്തിൽ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു. എനിക്ക് വിശപ്പില്ല ഭദ്രേ, നിങ്ങൾ കഴിക്ക്. ആരെയും നോക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് ശേഖരൻ തൻ്റെ റൂമിലേക്ക് കടന്നു. അവൻ തല കുത്തി നിന്നാലും നമ്മുടെ ടെൻഡറൊന്നും കൈക്കലാക്കാൻ പോകുന്നില്ല. അങ്കിൾ എന്തിനാ വെറുതെ ടെൻഷനാവുന്നത്? റൂമിലേക്ക് കയറിയ ശേഖരനെ നോക്കി അയാൾ കേൾക്കാത്ത വിധം ബാക്കിയുള്ളവരോടായി ഒരു അഹങ്കാരത്തോടെ അജു പറഞ്ഞു. എതിർവശത്ത് ശിവരുത്തായതുകൊണ്ട് ലേശം കറിയെടുത്ത് തൻ്റെ പ്ലേറ്റിലേക്ക് ഒഴിച്ചുകൊണ്ട് അനി അവന് മറുപടി കൊടുത്തു.